നൃപൻ കൂടി നമ്മളോട് ചേരുകയാണ് കന്റോൺമെന്റ് ഹൗസിൽ നിന്ന്. നൃപൻ, ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുമെന്ന രീതിയിലാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അദ്ദേഹം സംസാരിച്ചില്ല. അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് വലിയ അതൃപ്തി തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ ക്ലെയിമിൽ ഒരു ഉറപ്പ് ഈ നിമിഷം വരെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുമില്ല. ആ ഒരു അതൃപ്തി അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ മാധ്യമങ്ങളോടുള്ള സമീപനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വിഷയം ഇപ്പോഴും വലിയൊരു തലവേദനയായി UDF-ന്റെ മുന്നിൽ നിൽക്കുന്നു, കോൺഗ്രസിന്റെ മുന്നിൽ നിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഘടകകക്ഷികളുമായുള്ള ചർച്ച തീർത്തതിന് ശേഷം കോൺഗ്രസിന്റെ മന്ത്രി ചർച്ചകളിലേക്ക് കടക്കണമെങ്കിൽ ആദ്യം രമേശ് ചെന്നിത്തലയുടെ പ്രശ്നം പരിഹരിക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റ് അവർക്ക്. തീർച്ചയായും മനു, ഷീജ പറഞ്ഞ് നിർത്തിയെടുത്ത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മനുവും സൂചിപ്പിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല ഉയർത്തുന്ന ക്ലെയിമുകളാണ്. അത് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഉന്നയിക്കുന്നത് മന്ത്രിപദത്തിലെ ഇന്ന വകുപ്പ് മാത്രമല്ല, അദ്ദേഹത്തിനൊപ്പം നടക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഒപ്പം ഏറ്റവും അനുയായികളായിട്ടുള്ള ഒരു കൂട്ടം MLA-മാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായ മന്ത്രിസഭയിലേക്ക് ഒരു സ്ഥാനം ഉറപ്പിക്കുക എന്നത് രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കൂടിയാണ്. പക്ഷേ രമേശ് ചെന്നിത്തല ആഭ്യന്തരം ചോദിക്കുന്നു, ആഭ്യന്തരത്തിൽ ഉടക്കിയാണ് ചർച്ചകൾ എന്ന തരത്തിലുള്ള നരേഷനെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് അത് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആ മറു ക്യാമ്പാണ് ഇത്തരത്തിലുള്ള രമേശ് ചെന്നിത്തല ഇങ്ങനൊരു സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങളെ വൈകിപ്പിക്കുകയാണ് എന്ന തരത്തിലുള്ള പ്രചരണവും നടത്തുന്നുണ്ട്. അത് വസ്തുത തന്നെയാണ്. ഷീജ റിപ്പോർട്ട് ചെയ്തതുപോലെ അത്തരത്തിലൊരു പ്രചരണം വ്യാപകമായി മറു ക്യാമ്പ് നടത്തുന്നുണ്ട്. ഇതിലും രമേശ് ചെന്നിത്തല വലിയ തരത്തിലുള്ള അതൃപ്തി ബന്ധപ്പെട്ട നേതാക്കളുമായി ഉന്നയിച്ചു. അദ്ദേഹത്തിൻ്റെ ക്ലെയിം എന്ന് പറയുന്നത് അദ്ദേഹം ന്യായമായ ക്ലെയിമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം അദ്ദേഹം സീനിയറായ നേതാവാണ്, വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ്. താരതമ്യേന അത്രയേറെ സീനിയർ ആയിട്ടുള്ള നേതാവിനെ മന്ത്രിസഭയിലേക്ക് എത്തിക്കുമ്പോൾ അതിന് അർഹമായ പരിഗണന കിട്ടുക എന്നത് വ്യക്തിപരമായ താല്പര്യത്തിലുപരി അതൊരു മാന്യതയാണ് എന്ന നിലപാടാണ് AK ആന്റണി അടക്കമുള്ള നേതാക്കളോട് രമേശ് ചെന്നിത്തല തിരിച്ചു മുന്നോട്ട് വെച്ചത്. അത് സ്വാഭാവികമായും AICCയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലിനോടും ഇതേ ഡിമാൻഡ് തന്നെയായിരിക്കും രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുക. അത് തനിക്കൊപ്പം ഉള്ളവരെ കൂടെ മന്ത്രിസഭയിൽ പരിഗണിക്കണമെന്ന ശക്തമായ നിലപാട് കൂടി രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ആദ്യം കോൺഗ്രസ് പരിഹരിക്കേണ്ടത് ഈ വിഷയമാണ്. അതിനുശേഷം മാത്രമായിരിക്കും മറ്റ് മന്ത്രിസഭാ സ്ഥാനങ്ങളെ സംബന്ധിച്ചുള്ള മറ്റുള്ളേക്കുള്ള ചർച്ചകളിലേക്ക് പോകാൻ കഴിയുള്ളൂ. പക്ഷേ ഇതിൽ ഏറ്റവും ഉദാരമായ ഈ തുറന്ന സമീപനം സ്വീകരിക്കേണ്ടയാൾ നിയുക്ത മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനാണ്. അക്കാര്യത്തിൽ അദ്ദേഹം മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങൾക്കൊപ്പമാണ്. പക്ഷേ ആഭ്യന്തരം പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട വകുപ്പ് നൽകി അത്രയും ഉദാരമായ സമീപനം VD സതീശൻ സ്വീകരിക്കുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഒരു കാര്യം ഉറപ്പാണ്, രമേശ് ചെന്നിത്തലയെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം എന്ന കാര്യത്തിൽ AK ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് ശക്തമായ നിലപാടുണ്ട്. മാത്രമല്ല, ഘടകകക്ഷികൾക്ക് പോലും ഈ KC വേണുഗോപാലിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ച പല ഘടകകക്ഷികൾക്കും, ചുരുക്കി പറഞ്ഞാൽ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം നല്ല ബന്ധമാണ് രമേശ് ചെന്നിത്തലയുമായി ഉള്ളത്. മാത്രമല്ല, AK ആന്റണിയുടെയും K കരുണാകരൻ്റെ കാലം മുതൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സഞ്ചരിച്ച് UDF-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായി നിലനിന്ന ഒരു നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് ഘടകകക്ഷികൾക്ക് ഒരു തരത്തിലുള്ള എതിർപ്പുള്ളൊരു നേതാവല്ല. അതുകൊണ്ട് ഈ വിഷയം കൂടി പരിഹരിക്കണമെന്ന് ഘടകകക്ഷികൾ കൂടി ആവശ്യപ്പെടുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്തായിരിക്കും ഈ പ്രശ്നം സെറ്റിലാക്കാനുള്ള ശ്രമം നടത്തുക. അത് കഴിഞ്ഞാണ് ബാക്കി വരുന്ന 12 പദവികളെ സംബന്ധിച്ച്, ഈ പറയുന്ന സ്പീക്കർ അടക്കമുള്ള കോൺഗ്രസ് ലഭിക്കുന്ന പദവികളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ എത്താൻ കഴിയുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കീറാമുട്ടിയായി നിൽക്കുന്നത് ഒരു നിര പ്രമുഖരായിട്ടുള്ള നേതാക്കളുണ്ട്. അതിനോടൊപ്പം തന്നെ ജില്ലകളുടെ പ്രാതിനിധ്യവും സാമുദായിക സമവാക്യവും കൂടി പരിഗണിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ 2 പകലുകളും 2 രാത്രിയും കോൺഗ്രസിനെയും UDF-നെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ മണിക്കൂറുകളാണ്. ഈ മണിക്കൂറുകളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടത്തുന്ന ഉഭയകക്ഷി ചർച്ചകളുണ്ട്, ഒപ്പം തന്നെ കൂട്ടായുള്ള ചർച്ചകളുമുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ധാരണയാക്കാനുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള വിവിധ ഘട്ടങ്ങളിലുള്ള ചൂടേറിയ ചർച്ചകളാണ് നടക്കുന്നത്. അത് വേഗം പൂർത്തിയാക്കി സമ്പൂർണ്ണ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയിലേക്ക് എത്താൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനനുസരിച്ചുള്ള ചർച്ചകളായിരിക്കും കന്റോൺമെന്റ് ഹൗസിൽ നടക്കുക. അല്പനിമിഷങ്ങൾക്കകം തന്നെ VD സതീശൻ ഇവിടേക്ക് എത്തിച്ചേരും. തൊട്ട് പിന്നാലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളൊക്കെ എത്തിച്ചേരും. ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ എല്ലാ നേതാക്കളും സംസ്ഥാനത്ത് തമ്പടിക്കുന്നുണ്ട്. അവരുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കം സാദിഖ് അലി തങ്ങളടക്കം കഴിഞ്ഞ ദിവസം രാത്രിയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത്. അവർക്ക് സംബന്ധിച്ച് കൃത്യമായ വ്യക്തത ലീഗിനുള്ളിലുണ്ട്. 5 മന്ത്രിമാരെന്ന കാര്യത്തിൽ കോൺഗ്രസ് അംഗീകരിക്കും. തത്വത്തിൽ അക്കാര്യത്തിൽ ധാരണയായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരം. അവർ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വഹിച്ചിരുന്ന പ്രധാനപ്പെട്ട പൊതുമരാമത്തും വിദ്യാഭ്യാസവും ഒപ്പം തന്നെ വ്യവസായവും അടക്കമുള്ള തദ്ദേശ സ്വയംഭരണം അടക്കമുള്ള വകുപ്പുകൾ ലീഗിലേക്ക് തന്നെ പോകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വരുന്ന സൂചന. പക്ഷേ
പക്ഷേ രണ്ടാമത് അനുനയിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് ജോസഫ് വിഭാഗമാണ്. ആ PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ക്ലെയിമും സഹജമാണ്. കാരണം ഒരു MLA മാത്രമുള്ള കക്ഷികൾക്ക് ഒരു മന്ത്രിസ്ഥാനം നൽകുമ്പോൾ 7 ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന PJ ജോസഫിന് എന്തുകൊണ്ട് ഒന്നിലധികം മന്ത്രിമാരെ തന്നുകൂടാ എന്ന ന്യായമാണ് ജോസഫ് വിഭാഗം. ഈ ന്യായമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ മന്ത്രി പദവിയിലേക്ക് ഒറ്റ മന്ത്രി തന്നെയായിരിക്കും. പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ചിലപ്പോൾ ജോസഫിന് നൽകേണ്ടി വരും, PJ ജോസഫ് വിഭാഗത്തിന് നൽകേണ്ടി വരും. അതിനു വേണ്ടിയിട്ടുള്ള വകുപ്പുകൾ വച്ചുമാറലടക്കമുള്ള ചർച്ചകളും വരും മണിക്കൂറുകളിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. മനു.